ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും ദൈവത്തിൻ്റെ വചനത്താൽ നടത്തപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹീതരായ ദൈവമക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്നതിന് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അകമഴിഞ്ഞ നന്മകളും കൃപകളും നിങ്ങൾക്കുണ്ടാകട്ടെ. സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്ക് വന്ദനം പറയുന്ന കൂടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന നമ്മുടെ ദൈവത്തെ ഒത്തിരി സ്തുതിച്ചുകൊണ്ട് നമ്മെ സ്നേഹിച്ചും കരുതിയും വാത്സല്യിച്ചും നമുക്ക് വേണ്ടതെല്ലാം നൽകി തന്ന് ജയോത്സവത്തോടെ എപ്പോഴും നടത്തുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായം 25-26 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായം 25-26 വാക്യങ്ങൾ. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, എങ്കിലും ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ കപ്പൽ യാത്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൊടുങ്കാറ്റും അതിനോടനുബന്ധപ്പെട്ട് കടൽ ക്ഷോഭിച്ച് കപ്പൽ ആടി ഉലഞ്ഞ് തകർന്ന് ഒരു വല്ലാത്ത പരിസ്ഥിതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പൗലോസ് ആ കപ്പലിനകത്തുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റേതായിരിക്കുന്ന ആലോചന ദർശനത്തിലൂടെയും വെളിപ്പാടിലൂടെയും അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ദൂതനെ ഈ പൗലോസിൻ്റെ അടുക്കൽ പറഞ്ഞയച്ച് ദൈവം തൻ്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നത്. ഒരു ഭക്തൻ എവിടെയുണ്ടോ, അത് കടലിലാണെങ്കിലും അഗ്നികുണ്ഡത്തിലാണെങ്കിലും ഏത് നരകക്കുഴിയിലാണെങ്കിലും, ആ ഭക്തനോടുള്ള ദൈവത്തിൻ്റെ കൂറ് എപ്പോഴും സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ പക്ഷത്തുണ്ടെന്ന് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ആലോചന പറഞ്ഞോ, ദൈവശബ്ദം കേൾപ്പിച്ചോ, വെളിപ്പാട് കൊടുത്തോ, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവത്തിൻ്റെ ഭാഗം കൃത്യമായി നിറവേറ്റുന്നത് പല ഭാഗത്ത് കൃത്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പൗലോസിൻ്റെ ഈ യാത്രയിൽ നേരിടുന്ന വല്ലാത്ത കോളിളക്കങ്ങൾ, അതിൻ്റെ നടുവിലും ദൈവം പൗലോസിനെ കൈവിട്ടിട്ടില്ല, മറന്നിട്ടില്ല എന്ന വ്യക്തമായ ദൈവിക ഇടപെടലുകൾ കൃത്യമായി കാണാൻ കഴിയുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ദൈവമക്കളെ ധൈര്യപ്പെടുത്തി പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നേരിടുമ്പോൾ എല്ലാവിധത്തിലും നമ്മുടെ മുമ്പിൽ വഴിത്താരകൾ അടയുകയും ആരൊക്കെയോ നമ്മളെ ശത്രുക്കളെ പോലെ കാണുകയും അതിൻ്റെ തിക്താനുഭവങ്ങൾ വലിയ വേദനയിലൂടെയും ഭാരത്തിലൂടെയും കടന്നു പോവുകയും ചെയ്യുമ്പോൾ, ഈ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ കിടന്ന് നമ്മൾ ശരിക്കും വലയുമ്പോൾ നമുക്ക് എന്ന് വിടുതൽ കിട്ടും, എപ്പോൾ ഇത് മാറും, ആരാണിതിൻ്റെ പുറകിൽ കളിക്കുന്നത്, ഇതൊക്കെ അറിയുന്നതിനേക്കാൾ, ഇതൊക്കെ മനസ്സിലാകുന്നതിനേക്കാൾ ഏത് പ്രയാസത്തിൻ്റെ നടുവിലും സ്വർഗവുമായിട്ട് നമുക്ക് കണക്ഷനും അവിടെ നിന്ന് വ്യക്തമായി നമുക്ക് ധാരണകൾ തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അഥവാ സ്വർഗീയ ബന്ധം നിമിത്തം നമുക്ക് ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഇതുപോലെ ദൈവത്തിൻ്റെ ദൂതനെ പറഞ്ഞയച്ചോ, വെളിപ്പാടുകൾ തന്നോ, ദൈവം നമ്മുടെ മനസ്സിനകത്ത് ഉറപ്പ് തന്നോ ഒക്കെ ആയിട്ട്, സ്വപ്നങ്ങൾ തന്നൊക്കെ ആയിട്ട് ഈ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഭാഗ്യം വേറൊന്നുമില്ല. എൻ്റെ ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആളുകളാണെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ, കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നമ്മോട് ഇടപെടും. ആരെങ്കിലും പറഞ്ഞയച്ചോ, ചിലപ്പോൾ വേദപുസ്തകം വായിക്കുമ്പോഴോ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നിങ്ങളിന്ന് വല്ലാത്ത പ്രയാസത്തിൽ കൂടെ കടന്നു പോകുകയാണോ, അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഇതുപോലത്തെ കൊച്ചു സന്ദേശത്തിലൂടെ ആണെങ്കിൽ പോലും ദൈവം നിങ്ങളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടോ? അങ്ങനെ ബോധ്യമാകുന്നുണ്ടെങ്കിൽ ഓർത്തോളണം, ദൈവം മറന്നിട്ടില്ല, കൈവിട്ടിട്ടില്ല, കളഞ്ഞിട്ടില്ല, നിങ്ങളെ നശിപ്പിക്കത്തില്ല. ദൈവത്തിന് നമ്മളെ ഇട്ടിട്ട് പോകാനാണെങ്കിൽ പിന്നെ നമ്മളോട് ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ദൈവം പിന്നെ മിണ്ടിയല്ല.
സംസാരിക്കുകയില്ല, ദൂതനെ പറഞ്ഞയക്കുകയില്ല, ഒരു ദൈവദാസനെ പോലും പറഞ്ഞയക്കുകയില്ല. സ്വർഗം നിങ്ങളുടെ തലയ്ക്ക് മീതെ അടച്ചു കളയും. എന്നാൽ ഇന്നും സ്വർഗം അടച്ചിട്ടില്ല. ഞാൻ വേദപുസ്തകം തുറന്നാൽ എന്നോടുള്ള വാക്കുകൾ ബൈബിളിൽ നിന്ന് എനിക്ക് കിട്ടും. ഞാൻ ഇതുപോലത്തെ ഒരു മീഡിയയിലൂടെ ചെറിയൊരു സന്ദേശം കേട്ടാൽ അതിനകത്ത് ദൈവം എൻ്റെ അടുക്കലിരുന്ന് സംസാരിക്കുന്നതായിട്ട് ബോധ്യപ്പെടും. ഈ വിധത്തിലൊക്കെ ദൈവമായ കർത്താവിൻ്റെ കൃപയും കരുണയും പകരപ്പെടുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യമാണ്. പ്രിയരെ, ഈ കഷ്ടങ്ങളുടെ നടുവിലും പൗലോസിനോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ കടലിൽ കിടന്ന് കപ്പൽ ചുഴിയിൽ കിടന്ന് കറങ്ങുന്നത് പോലെ കറങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് പൗലോസിനെ ഭാവിയെക്കുറിച്ചും നാളെക്കുറിച്ചൊക്കെ അരുളി ചെയ്തു. അത് കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ അദ്ദേഹം ആ കപ്പലിലുള്ള യാത്രക്കാരോടും കപ്പലിൻ്റെ നടത്തിപ്പുകാരോടും പറയുന്ന വാക്കാണ് ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി എടുത്തത്. അതിനകത്ത് ഞാൻ മുഴുവനും എടുക്കുന്നില്ല. 2 വാചകങ്ങൾ ചേർത്ത് വെച്ച ഒരു തലക്കെട്ടുണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താ പറഞ്ഞത്? ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും. ആ വാക്ക് മാത്രം ഒന്ന് 2 പ്രാവശ്യം പറഞ്ഞു നോക്കി. ആ വാക്യങ്ങൾ 2 വാക്യം കൂടി മുഴുവനൊന്നും അല്ല, അതിനിടയിൽ നമ്മൾ 2 വാക്കുകൾ പേസ്റ്റ് ചെയ്ത് ഒരുമിച്ച് നിർത്തിയിരിക്കുക. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും. നമ്മൾ ഒത്തിരി പ്രാവശ്യം ഈ വാക്കിൻ്റെ കീഴെ വന്നിട്ടില്ലേ? ഞാൻ ഇത്രയൊക്കെ ഉപവസിക്കുന്നു എങ്കിലും, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എങ്കിലും, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും, ഞാൻ ഒറ്റ സഭായോഗം മുടക്കാറില്ല എങ്കിലും, ഞാൻ ദൈവം പറയുന്നത് തന്നെ അനുസരിച്ചാണ് ഇത്രയും നാളായിട്ട് ജീവിക്കുന്നത് എങ്കിലും, ഞാൻ പാപത്തിനോ ലോകത്തിനോ ഒന്നും വിധേയപ്പെടുന്നില്ല, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നു എങ്കിലും എന്ന് പറഞ്ഞിട്ട് ബാക്കി നമ്മൾ പൂരിപ്പിച്ചോളണം. ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നു എങ്കിലും ഈ പ്രതികൂലങ്ങൾ മാറുന്നില്ലല്ലോ. ഇത്രയും ഉപവസിക്കുന്നു എങ്കിലും ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ. ഇത്രയൊക്കെ ദൂത് ആര് നമ്മളെ കണ്ടാലും ദൈവം അരുളി ചെയ്യുന്നു ബ്രദറെ സിസ്റ്ററെ എന്ന് പറഞ്ഞൊരു ദൈവാലോചന ഫോണിൽ കൂടെ വിളിച്ച് നമ്മളെ അറിയാത്തവർ പോലും കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ദൂത് പറയുന്നു എങ്കിലും നമ്മുടെ വിഷയത്തിന് പരിഹാരം വരുന്നില്ല. അതല്ല, ചില വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവം ഇടപെടുകയും ദൈവം സംസാരിക്കുകയും ദൈവത്തോട് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും ദൈവം നമ്മളെ സ്നേഹിക്കുകയും ദൈവത്തിന് വേണ്ടി നമ്മൾ വേർതിരിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും മറ്റു പലരെക്കാളും ഭക്തിയോടെ ജീവിക്കുകയും ദൈവനാമത്തിന് വേണ്ടി ഒരുപാട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഈ ജീവിതത്തിനകത്ത് ചില തട്ടും മുട്ടും വീഴ്ചയൊക്കെ, അങ്ങനെയല്ലേ ആ വാക്ക് ചെന്ന് നിൽക്കുന്നത്? ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ തട്ടി വീഴേണ്ടതാകുന്നു. എത്ര ദൈവത്തെ വിശ്വസിച്ചാലും സ്വർഗത്തിൽ നിന്ന് ദൂതൻ നമ്മുടെ അടുക്ക നിന്ന് സംസാരിച്ചാലും ദൈവത്തിൻ്റെ നിരീക്ഷണം മുഴുവൻ നീ എവിടെയാണോ അതിൻ്റെ മുകളിലൂടെ കൃത്യമായിട്ടുണ്ട് എങ്കിലും ചില കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിനകത്ത് ഈ വാക്കുകൾ മറക്കരുത്. എത്രയൊക്കെ നമ്മൾ ഭക്തിയോടും ദൈവകൃപയോടൊക്കെ ജീവിച്ചാലും ചെറിയ മുട്ടലും കൊച്ചു വീഴ്ചയൊക്കെ ഈ ജീവിതത്തിനകത്തുണ്ടാകും. പക്ഷെ ഇങ്ങനെ ദൈവത്തെ വിശ്വസിച്ചാലും പിന്നെ ഇങ്ങനെ മുട്ടവും തട്ടവും വീഴ്ചയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയും പത്യം നോക്കി ജീവിക്കുന്നേ? എല്ലാവരും ജീവിക്കുന്നില്ല, അങ്ങ് ജീവിച്ചാൽ പോരെ എന്നൊരു യുക്തിസഹജമായ ചോദ്യം നമ്മുടെ മുമ്പിൽ വന്നേക്കാം. അതിനുള്ള മറുപടിയോട് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയരെ, ഈ യാത്ര ഒരു ലക്ഷ്യമുള്ള യാത്രയാണ്. പൗലോസിനെ സംബന്ധിച്ച് നാം ദൈവത്തെ വിശ്വസിക്കണം, അടിയുറച്ച് വിശ്വസിക്കണം. ആടി ഉലഞ്ഞാലും വിശ്വാസം വിടരുത്. വിശ്വസിക്കുന്നു എങ്കിലും ചില പോറലുകളും ചില വേദനകളും ചില നൊമ്പരങ്ങളും കൊച്ചു അപമാനങ്ങളും ചെറിയ നഷ്ടങ്ങളും ചെറിയ മുട്ടലുകളും കൊച്ചു വീഴ്ചകളും ഒക്കെ സംഭവിക്കാം. പക്ഷേ ഈ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം എഴുതിയിട്ടില്ല. നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടാകുന്നു, എന്നിട്ട് ബാക്കി തന്നെ പിന്നെ കണ്ടിന്യൂ ആയിട്ട് അവിടെ എഴുതിയിട്ടില്ല. അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പാണ്, പിന്നെ അടുത്ത പാരഗ്രാഫാണ്, പിന്നെ അടുത്ത അധ്യായമാണ്. പക്ഷെ അവിടെ നിന്നൊരു കാര്യം ഞാൻ പറയാം. വായിച്ചതും ഗ്രഹിച്ചതും മനസ്സാക്കിയതും
ദൈവത്തിൻ്റെ പദ്ധതി പറയാം. അങ്ങനെ ദൈവത്തെ വിശ്വസിച്ചിരുന്നത് കൊണ്ട് ചെറിയ മുട്ടലും തട്ടലൊക്കെ ഉണ്ടാകും. ദാനിയേൽ ദൈവത്തെ വിശ്വസിച്ചിരുന്നു, എന്നിട്ടും സിംഹക്കുഴി വീണില്ലേ? എബ്രായ ബാലന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ബാക്കിയുള്ള പിള്ളേർ കഴിക്കുന്ന വെള്ളമോ ആഹാരമോ ഒന്നും കഴിക്കാതെ അതെല്ലാം മാറ്റിവെച്ച് പക്വതയോടെ സാക്ഷ്യത്തോടെ ബാബിലോണിൽ ജീവിച്ചു, എന്നിട്ടും തീയിൽ വീണില്ലേ? ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഇത്ര സ്നേഹത്തോടെ ജീവിച്ചു, എന്നിട്ടും ശൗലിട്ട് ഓടിച്ചില്ലേ? പക്ഷെ ഇതിൻ്റെയൊക്കെ അപ്പുറം എന്താണ്? ചെറിയ വീഴ്ചയോ ചെറിയ മുട്ടലൊക്കെ നേരിട്ടാലും അവിടെ തീർന്നില്ല. സ്വർഗം അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കും. ആ മുട്ടലിൻ്റെ ചളുക്കവും അതിൻ്റെ നൊമ്പരവും നീറ്റലൊക്കെ മാറ്റും. എന്നിട്ട് എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കും. അതുകൊണ്ട് ചോദിക്കരുത്, ഇത്രയും വിശ്വസിച്ചിട്ടും എന്നെ ഭാഷ ഇങ്ങനെ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എങ്കിലും ഇങ്ങനെയാണല്ലോ, ഞങ്ങൾ ഇത്രയൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ദൈവത്തെ വിശ്വസിച്ച് അതുപോലെയൊക്കെ ചെയ്തിട്ട് ഇത് പിന്നെയും മുട്ടലും തട്ടലുമാണല്ലോ എന്ന് വിചാരിക്കരുത്. ദൈവത്തെ വിശ്വസിച്ചിട്ടും ചില കൊടുങ്കാറ്റുകൾ, ദൈവത്തെ വിശ്വസിച്ചിട്ടും ചില കഷ്ടങ്ങൾ, ദൈവത്തെ വിശ്വസിച്ചിട്ടും ചില രോഗങ്ങൾ. പേടിക്കണ്ട, അത് ചെറിയ മുട്ടലുകളാണ്, കൊച്ചു കൊച്ചു പോറലുകളും വീഴ്ചകളുമാണ്. പക്ഷെ അതൊന്നും നമ്മളെ ഈ വെള്ളത്തിൽ മുക്കിയല്ല. ദൈവമായ കർത്താവ് ഇവിടെ നിന്ന് ദൈവം എത്തിക്കേണ്ടിടത്ത് എത്തിക്കും, അവിടെ ജയക്കൊടി പാറിക്കും, ചെല്ലേണ്ടിടത്ത് ചെല്ലുമാറാക്കും, ദൈവം കൂടെ നിൽക്കും, എല്ലാം സഹായിക്കും. അതുകൊണ്ട് ഞാൻ ദൈവത്തെ വിശ്വസിച്ചിട്ടും ഇങ്ങനെയാണല്ലോ എന്നൊന്നും പറഞ്ഞ് നമ്മൾ നാഴിക നശിപ്പിക്കണ്ട. ദൈവത്തെ വിശ്വസിച്ചോ, ഈ മുട്ടലും തട്ടലൊക്കെ കഴിഞ്ഞ് അക്കരെ എത്തുമെന്ന്, ജയം ഉണ്ടാവുമെന്ന്, വാഗ്ദത്തം നിറവേറുമെന്ന്, പ്രാർത്ഥന ഫലിക്കുമെന്ന് ദൈവം അത് ചെയ്യും. ഞാനതിനായി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസവും വിശിഷ്യാൽ ഈ ഫെബ്രുവരി മാസത്തിൻ്റെ അവസാന ദിവസം എൻ്റെ പൊന്നു കർത്താവേ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നപ്പ, ഈ ജീവിതത്തിനകത്ത് എത്ര ആഴമായി ദൈവത്തെ വിശ്വസിച്ചാലും, എത്ര വിശുദ്ധനായി ജീവിച്ചാലും, എപ്പോഴും പ്രാർത്ഥിച്ചും എപ്പോഴും ഉപവസിച്ചും ജീവിച്ചാലും ചില തട്ടലും മുട്ടലൊക്കെ ഉണ്ടാകും എന്നീ വാക്യം ഞങ്ങളെ ഗ്രഹിപ്പിച്ചു. ദൈവമേ, ആപത്തനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകണം. എന്നാൽ കൊച്ചു കൊച്ചു വിഷയത്തിലൊക്കെ നേരിടുമ്പോൾ വിശ്വാസം തണുക്കാതിരിപ്പാൻ കൃപയും നൽകണം. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവനിർണയം നടക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.